5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഹിന്ദു സമൂഹമാകട്ടെ പൊതുസമൂഹമാകട്ടെ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട് വിശകലനം ചെയ്യുന്ന ഗുരുക്കന്മാരിൽ പ്രധാനിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതെല്ലാം ഓരോ കോണ്ടസ്റ്റിൽ ഓരോ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെല്ലാം ഇങ്ങനെ മറ്റു രൂപത്തിലേക്ക് ആക്കി സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി വലിയ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്നത് വലിയ രസമാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിനും പ്രത്യേകിച്ച് സനാതന ധർമ്മത്തെയും ഹിന്ദു ധർമ്മത്തെയും ഒക്കെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ ഉദാഹരണമായ ഒരു കാര്യം തന്നെ ചൂണ്ടിക്കാണിക്കാം. സാഹോദര്യത്തെക്കുറിച്ച് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള വചനങ്ങളുണ്ട്. ഗുരുദേവൻ പറഞ്ഞതെന്താണ്? എല്ലാവരും ആത്മസഹോദരന്മാരാണ്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരെല്ലാം ആത്മസഹോദരന്മാരാണ്. സർവം സാഹോദര്യം, എല്ലാം സാഹോദര്യമാണ്. ജാതിഭേദം മതദ്വേഷം ഭേദമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ആ വാക്ക് ശ്രദ്ധിച്ചോണം. മാതൃകാസ്ഥാനമാമിത്. സകല പേരും പറയുന്നതായിട്ട് ഞാൻ കാണുന്നത് വീഡിയോകളിലാവട്ടെ പ്രഭാഷണങ്ങളാകട്ടെ മാതൃകാസ്ഥാനമാണിത് എന്നാണ്. മാതൃകാസ്ഥാനമാമിത് അതിന്റെ അർത്ഥം വേറെയാണ്, സ്ഥാനമാണിത് എന്ന് പറയുന്ന അർത്ഥം വേറെയാണ്. നരനും തമ്മിൽ, മനുഷ്യരും തമ്മിൽ സാഹോദര്യം ഉദിക്കണം. അതിന് വിഘ്നമായിട്ടുള്ളതെല്ലാം ഇല്ലാതെ ആകണം. ഇത് പറഞ്ഞത് എവിടെയാ? അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്ത് വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഗുരുദേവൻ ഇത് പറഞ്ഞത് സന്യാസി സഭയിലാണ്. എന്താ പറയാൻ കാരണം? സന്യാസി സഭയിലേക്ക് നാനാജാതി മതസ്ഥർ വന്നു തുടങ്ങി. അങ്ങനെ സന്യാസി സഭയിലേക്ക് നാനാജാതി മതസ്ഥർ വന്നു തുടങ്ങിയപ്പോൾ നിലവിലുള്ള ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. അവർ ഗുരുദേവനെ കണ്ട് പരാതി പറഞ്ഞു. ഗുരുദേവനോട് ചോദിച്ചു, ഇങ്ങനെ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും കൂടെ വന്നാൽ, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലെ എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവരും താഴ്ന്ന ജാതിക്കാരും പിന്നോക്ക വിഭാഗക്കാരും എല്ലാം ഇങ്ങനെ സന്യാസി സഭയിലേക്ക് വന്നാൽ എങ്ങനെയാണ്? സന്യാസി സഭയിലേക്ക് വരാൻ ക്യൂവിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നു. അവർ നാനാ ജാതിയിൽപ്പെട്ടവരാണല്ലോ, അതിൽ അയിത്തക്കാരുണ്ടല്ലോ, പിന്നോക്കക്കാരുണ്ടല്ലോ എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ഗുരുദേവൻ പറയുന്നത് ജാതിയും മതദ്വേഷവും. അവിടെയും പറയുന്നത് എന്താണ്? ജാതി ഭേദം വേണ്ട, മതവിദ്വേഷം വേണ്ടെന്നാണ്. മതം വേണ്ട എന്നൊരു വാക്കില്ല അതിനകത്ത്. മതത്തിന്റെ ദ്വേഷം വേണ്ട, ജാതി ഭേദം ആവശ്യമില്ല, നരനും ഒന്നാണ്, തുല്യമാണ് എന്ന് പറയുന്നത് സന്യാസി സഭയിലാണ് ഇത് പറയുന്നത്. പക്ഷെ അതിനെ ക്ഷേത്രവും അരുവിപ്പുറം പ്രതിഷ്ഠയുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പറയുകയാണ്. ഗുരുദേവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമായിട്ടാണ്. അന്ന് ഈഴവ സമുദായത്തിൽപ്പെട്ടവർ, ഗുരുദേവന്റെ കൂടെ നിൽക്കുന്ന മറ്റ് മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ, നായർ സമുദായത്തിൽപ്പെട്ടവർ, നമ്പൂതിരി സമുദായത്തിൽപ്പെട്ടവർ, ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർ, എല്ലാ സമുദായത്തിലെ മുന്നോക്കക്കാരും പിന്നോക്ക വിഭാഗമായ ഈഴവരിലൊരു നല്ലൊരു വിഭാഗം ഗുരുദേവനോടൊപ്പം ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പറയന്മാർ വന്നപ്പോൾ, പുലയന്മാർ വന്നപ്പോൾ ഇവർ സമ്മതിച്ചില്ല. എത്ര വിരോധാഭാസമാണെന്ന് ആലോചിക്കൂ. സമ്മതിച്ചില്ല, അമ്പലത്തിൽ കയറ്റാൻ സമ്മതിച്ചില്ല. പക്ഷെ ഗുരുദേവൻ ചെയ്തത് എന്താണ്? പട്ടികജാതി പട്ടികവർഗക്കാരുള്ള എല്ലാവരെയും ശിവഗിരി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഗാന്ധിജിയോട് അത് പറയുന്നുമുണ്ട്. ഗാന്ധിജി അത് നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഗാന്ധിജി അത്ഭുതപ്പെട്ട് ഗുരുദേവനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതൊക്കെ പ്രായോഗികമായി ചെയ്യുന്നുണ്ടല്ലോ. പലരും ഇങ്ങനെ സിദ്ധാന്തപരമായി പറയുന്ന ജാതിയും മതമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നെങ്കിലും പ്രായോഗികമായി ഇവിടെ ഇതെല്ലാം ചെയ്തല്ലോ. അതൊരു അത്ഭുതം തന്നെയാണ്, നല്ല കാര്യമാണെന്ന് ഗുരുദേവനോട് ഗാന്ധിജി പറയുന്നുമുണ്ട്. അപ്പം ഞാനിത് സൂചിപ്പിക്കുന്നത് ഗുരുദേവന്റെ ഓരോ വചനങ്ങളെയും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പ്രയോഗിക്കേണ്ട സ്ഥലത്തും പ്രയോഗിക്കാത്ത സ്ഥലത്തും എല്ലായിടത്തും ഇത് പ്രയോഗിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. സന്യാസി സഭയിൽ ഉണ്ടായ അലോസരങ്ങളും അസ്വാരസ്യങ്ങളും അത് ശിവഗിരി മഠത്തിലുള്ളവർ മാത്രമല്ല, ശിവഗിരി മഠത്തിലുള്ളവരല്ല, ഞാനിത് പറഞ്ഞു വരുമ്പോൾ ശിവഗിരി മഠത്തിലുള്ള അങ്ങനെയല്ല. അന്ന് നാനാജാതി മതസ്ഥർ കൂടെ ഉണ്ടായിരുന്നല്ലോ, ധാരാളം മതസ്ഥരുണ്ടായിരുന്നു. അന്ന് മഠമെല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള കഥയാണ് ഇതൊക്കെ. അപ്പോൾ ഈ സന്യാസി സഭയിൽ വെച്ച് വ്യത്യസ്ത ആളുകൾ, ഒരുപാട് ആളുകൾ ഗുരുദേവന്റെ ആശയങ്ങളിൽ ആകർഷകരായി വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ഭാരതത്തിൽ. ഇപ്പോൾ വാൽമീകി എഴുതിയ രാമായണം വായിക്കുന്ന എല്ലാവരും വായിക്കും, വ്യാസൻ എഴുതിയ മഹാഭാരതം എല്ലാവരും വായിക്കും, ജാതി നോക്കാതെ എല്ലാവരും വായിക്കും. പിന്നോക്ക സമുദായത്തിൽ ആരേ സമുദായത്തിൽ ജനിച്ച അമ്മയെ മാതാപിതാ ദേവി എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു ഹിന്ദു മതത്തിലെ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അയ്യങ്കാളിയെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, പ്രജാസഭയിലെടുത്തു. ചട്ടമ്പിസ്വാമിയെ എല്ലാവരും അംഗീകരിക്കുന്നു, ചില ഗുരുദേവനെ എല്ലാവരും അംഗീകരിക്കുന്നു. അങ്ങനെ
ഒരു പ്രത്യേകതയുണ്ട്. ആത്മീയമായ ഔന്നത്യത്തിലേക്ക് നേടിയാൽ പിന്നെ അവരുടെ പൂർവാശ്രമത്തിൽ ഏത് ജാതിയായിരുന്നു എന്നും തിരക്കിയിട്ടല്ല ഹിന്ദുക്കൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്, പ്രണമിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഗുരുദേവനിൽ ആകർഷരായപ്പോൾ ഉണ്ടായ അലോസര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഗുരുദേവൻ പറയുന്നത്, നിങ്ങൾ ആരും അലോസരപ്പെടണ്ട. സന്യാസഭയിൽ പറഞ്ഞതാണ്, നിങ്ങൾ ആരും അലോസരപ്പെടണ്ട, എല്ലാവരും സഹോദരങ്ങളെ പോലെ വാഴുന്ന മാതൃകാ സ്ഥാനമാമിത്. ഇത് മാതൃകാ സ്ഥാനത്തിന് തുല്യമായ ഒരു കാഴ്ചപ്പാടുള്ള സ്ഥലമാണ്, ഒരു ഇടമാണ്, അല്ലാതെ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞതല്ല. ജാതിഭേദം മതദ്വേഷം എന്നൊക്കെ പറഞ്ഞത് ഇല്ലാതെ ഏതൊരു സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത് എന്നാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും അത് പറയുകയാണ്, സ്ഥാനമാണിത് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞതിനെ സാന്ദർഭികമായി പറയുന്ന കാര്യങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ട് ഫിറ്റ് ചെയ്ത് അതിലൂടെ ഗുരുദേവനെയും കൂടി ചാരി ഹിന്ദു മതത്തിലെയും ഹിന്ദു ആചാരങ്ങളെയും കുറ്റം പറയാൻ പറ്റുമോ എന്ന് നോക്കുന്ന ദോഷൈക ദൃക്കുകളെ നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചരിത്രം പഠിച്ചു വേണം അഭിപ്രായം പറയാൻ.